ഇനി ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ നോക്കാം. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ വലിയ മാറ്റത്തിന് തുടക്കമിടാൻ വിവോ ഒരുങ്ങുന്നു. മെയ് 6-ന് നടക്കുന്ന ലോഞ്ചിൽ വിവോ X300 അൾട്ര, വിവോ X300 FE എന്നീ മോഡലുകൾ അവതരിപ്പിക്കും. മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കാനാണ് X300 അൾട്ര എത്തുന്നത്. കരുത്തുറ്റ ക്യാമറ സെൻസറുകളും ഹൈ എൻഡ് പ്രോസസറും ഈ ഫോണിന്റെ പ്രധാന സവിശേഷതകളാണ്. ഏകദേശം 85,000 രൂപ നിരക്കിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രീമിയം ഫോണുകളോട് കടുത്ത മത്സരമാണ് ഈ മോഡൽ ഉയർത്തുക. അതേസമയം കുറഞ്ഞ വിലയിൽ ഫ്ളാഗ്ഷിപ്പ് അനുഭവം നൽകാനാണ് X300 FE രൂപകൽപ്പന ചെയ്തത്. ഏകദേശം 55,000 രൂപയാണ് ഈ മോഡലിന് വില വരിക. മിഡ് റേഞ്ച് വിപണിയിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഈ മോഡലിന് കഴിയും. സ്നാപ്ഡ്രാഗൺ പ്രോസസറുകൾ, അമോൽഡ് ഡിസ്പ്ലേ, ഫാസ്റ്റ് ചാർജിംഗ്, മികച്ച ഡിസൈൻ തുടങ്ങിയ ഫീച്ചറുകൾ രണ്ട് മോഡലുകളിലും പ്രതീക്ഷിക്കുന്നു. ക്യാമറ രംഗത്ത് വിവോയുടെ ശക്തി ഈ സീരീസിലും പ്രകടമാകുമെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ലോഞ്ചിന് പിന്നാലെ പ്രീ ബുക്കിംഗ് ഓഫറുകളും ബാങ്ക് ഡിസ്കൗണ്ടുകളും പ്രതീക്ഷിക്കാം. ഓൺലൈൻ, ഓഫ്ലൈൻ വിപണികളിൽ ഫോണുകൾ ഉടൻ ലഭ്യമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ടൊയോട്ടയുടെ ലക്ഷറി വിഭാഗമായ ലെക്സസ് ഇന്ത്യയിൽ കൂടുതൽ ശക്തമായ സാന്നിധ്യത്തോടെ മുന്നേറുന്നു. ലെക്സസ് കാറുകൾക്ക് 8 വർഷം വാറണ്ടിയാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ വിശ്വാസ്യതയോടെ ഉപയോക്താക്കളെ ആകർഷിക്കാനാണ് ബ്രാൻഡിന്റെ നീക്കം. ജർമ്മൻ എതിരാളികളായ മെഴ്സിഡീസ് ബെൻസ്, BMW, ഔഡി എന്നിവയോട് കടുത്ത മത്സരം നിലനിൽക്കുമ്പോഴും ഉപഭോക്തൃ സംതൃപ്തിയിലൂടെ ലെക്സസ് ശ്രദ്ധേയമായി തുടരുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ വിപണിയിൽ വലിയ മാറ്റമുണ്ടാക്കുന്ന പ്രഖ്യാപനമാണ് ലെക്സസ് നടത്തിയിരിക്കുന്നത്. പുതിയ എല്ലാ കാറുകൾക്കും 8 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം കിലോമീറ്റർ വരെ സ്റ്റാൻഡേർഡ് വാറണ്ടി നൽകുമെന്ന് കമ്പനി അറിയിച്ചു. ഇതോടെ ഇന്ത്യയിലെ ലക്ഷറി കാർ വിഭാഗത്തിൽ ഇത്രയും ദൈർഘ്യമേറിയ വാറണ്ടി നൽകുന്ന ആദ്യ ബ്രാൻഡായി ലെക്സസ് മാറുന്നു. 2017 ഇന്ത്യയിൽ പ്രവേശിച്ച ലെക്സസ് ഇപ്പോൾ NX, RX, LX SUV-കൾ, ES സെഡാൻ, LM MPV എന്നിവ ഉൾപ്പെടുന്ന മോഡൽ നിരയുമായി സജീവമാണ്. ഇതോടൊപ്പം ഫിനാൻഷ്യൽ പാക്കേജുകൾ, ഇൻഷുറൻസ്, റോഡ് സൈഡ് അസിസ്റ്റൻസ് തുടങ്ങിയ സേവനങ്ങളും ഉപഭോക്താക്കൾക്ക് ലഭ്യമാണ്. പുതിയ ലെക്സസ് ES ഇലക്ട്രിക് സെഡാനും ശ്രദ്ധേയമാണ്. ഏകദേശം 89.99 ലക്ഷം രൂപ വില വരുന്ന ഈ ഇലക്ട്രിക് കാർ 444 കിലോമീറ്റർ വരെ റേഞ്ച് നൽകും. ആകെ ചേർത്താൽ കുറഞ്ഞ മെയിന്റനൻസ് ചെലവും കൂടുതൽ വാറണ്ടിയും ചേർന്ന ഈ നീക്കം ലെക്സസിന് ഇന്ത്യൻ ലക്ഷറി കാർ വിപണിയിൽ കൂടുതൽ ശക്തമായ നിലപാട് നേടാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ പ്രമുഖ കമ്പനിയായ OpenAIയുടെ പുതിയ ചിത്രനിർമ്മാണ മോഡൽ ഇമേജ് 2.0യ്ക്ക് ഇന്ത്യയിൽ വൻ സ്വീകാര്യത. പുറത്തിറങ്ങിയ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇന്ത്യയെ ഏറ്റവും വലിയ വിപണിയായി കമ്പനി തിരിച്ചറിഞ്ഞതായാണ് റിപ്പോർട്ട്. സാധാരണ ഫോട്ടോ എഡിറ്റിംഗ് ആവശ്യങ്ങൾക്കപ്പുറം സൃഷ്ടിപരവും സാംസ്കാരികപരവുമായ ഉപയോഗങ്ങൾക്കാണ് ഇന്ത്യൻ ഉപഭോക്താക്കൾ ഈ സാങ്കേതികവിദ്യയെ വ്യാപകമായി ഉപയോഗിക്കുന്നത്. സെൽഫികളെ മാങ്ക ശൈലിയിലുള്ള അവതാറുകളാക്കി മാറ്റുന്ന ട്രെൻഡുകളും സ്റ്റൈൽ മീ പോലുള്ള ഫീച്ചറുകളും യുവാക്കളിൽ വലിയ സ്വീകാര്യത നേടി. ചിത്രങ്ങളെ സ്റ്റുഡിയോ നിലവാരത്തിലേക്ക് ഉയർത്താനും ഉപയോക്താക്കൾ ഈ മോഡലിനെ ആശ്രയിക്കുന്നു. മുൻ പതിപ്പുകളേക്കാൾ മെച്ചപ്പെട്ട റീസണിംഗ് കഴിവാണ് ഇമേജസ് 2.0യുടെ പ്രത്യേകത. ഉപയോക്താക്കളുടെ സങ്കീർണ നിർദ്ദേശങ്ങൾ കൂടുതൽ കൃത്യമായി മനസ്സിലാക്കി ഉയർന്ന നിലവാരത്തിലുള്ള ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ ഇതിന് സാധിക്കുന്നു. ഗൂഗിളിന്റെ AI മോഡലുകളുമായി കടുത്ത മത്സരത്തിനിടയിലും ഈ മുന്നേറ്റം ശ്രദ്ധേയമാണ്. പ്രാദേശിക ഭാഷകളിലെ ടെക്സ്റ്റുകൾ ചിത്രങ്ങളിൽ കൃത്യമായി ഉൾപ്പെടുത്താൻ കഴിയുന്നതും ഇന്ത്യയിലെ ജനപ്രിയത വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിൽ കുറഞ്ഞ പിശകുകളോടെ മീമുകളും പരസ്യങ്ങളും സൃഷ്ടിക്കാൻ ഇത് സഹായിക്കുന്നു. ആഗോള AI വിപണിയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിച്ചു വരുന്നതിന്റെ സൂചനയായാണ് ഈ പ്രവണത വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.